ചായ ആർജ് സത്യേട്ടാ, കുറച്ച് ദിവസത്തേക്ക് ഞാൻ നല്ല തിരക്കാം. പഞ്ചായത്തിൽ ഒരു ക്യാമ്പുണ്ട്. രാവിലെ പോയ രാത്രിയെ വരാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളുണ്ട്. പല വകുപ്പുകളിലെ കാര്യങ്ങൾ ഏകോപിപ്പിച്ച് പഞ്ചായത്തിന്റെ അടുത്ത വർഷത്തേക്കുള്ള കാര്യങ്ങൾ തീരുമാനമാക്കാനുള്ള ക്യാമ്പാ. 3 വകുപ്പിന്റെ ചാർജ് എനിക്കാ. 3 വകുപ്പിന്റെ കാര്യം തീരുമാനമായി. ഇപ്പൊ ഈ പറഞ്ഞതാണ് അസൂയ. ഭാര്യമാര് നാട്ടിലെ പ്രമാണിമാരാവുന്നത് കാണുമ്പോൾ ചില ഭർത്താക്കന്മാർക്കുണ്ടാവുന്ന ചൊറിച്ചിലെന്നും പറയും. ഒരിക്കലുമല്ല. പൊതുജനങ്ങളുടെ പൈസ എടുത്ത് ഒരു പണിയും അറിഞ്ഞുകൂടാത്തവരുടെ കയ്യിൽ കൊടുത്ത് നാട് മുടിക്കണത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ദുഃഖം. SIമാൻ അവിടെ ഇരുന്ന് ദുഃഖിച്ചോ? ഞാൻ പറഞ്ഞു വന്ന ഇതൊന്നും അല്ല. ഇവിടെ വീട്ടുജോലിക്ക് ഒരാൾ വേണം. വീട്ടുജോലിയാ? അതെ, വീട്ടുജോലിക്ക്. അല്ലാതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോവും? എന്ത് കാര്യം? ഒരു കാര്യമില്ല. ചായ തനി ഉണ്ടാക്കുന്ന യന്ത്രമുണ്ട്, 3 നേരം ഭക്ഷണം ഉണ്ടാക്കുന്ന യന്ത്രമുണ്ട്, തുണി അലക്കാനും തേക്കാനും യന്ത്രമുണ്ട്, തൂത്തുവാരാനും മുറ്റം അടിക്കാനും യന്ത്രമുണ്ട്, ഇല്ലേ? അതെ, ഒരുപാട് പരിഹാസമൊന്നും വേണ്ട. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. എന്താ നിന്റെ ഉദ്ദേശം? പറഞ്ഞല്ലോ സത്യേട്ടാ. സത്യേട്ടന് അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ പിടിപ്പത് പണിയുണ്ട്. ഞാനിവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഞാനിവിടെ ഇല്ലെങ്കിൽ ഇവിടെ ആര് പണികളൊക്കെ ചെയ്യും? അപ്പൊ ഒരാള് വേണ്ടേ? അതിനെന്താ ജോലിക്കാരി വേണം? പിന്നെ സത്യേട്ടൻ ചെയ്യൂ? ഇല്ല. അപ്പൊ വേറെ വഴിയില്ല സത്യേട്ടാ. വേലക്കാരിയെ വച്ചേ പറ്റൂ. അതെ, നീ ഈ കാലത്ത് എത്ര മണിക്കായി പരിപാടിക്ക് പോകുന്നേ? 6 മണിക്ക്. എന്തിനാ ഇത്രയും കൊച്ചുവെളുപ്പം രാവിലെ പോണേ? അവിടെ ആര് വരാണ്? ഞാൻ നടത്തിപ്പുകാരിയല്ലേ സത്യേട്ടാ, അപ്പൊ ഞാൻ നേരത്തെ ചെല്ലണ്ടേ? എത്ര മണിക്കാ തിരിച്ചു വരുന്നേ? ഏകദേശം ഒരു 10 മണിയാവും. 10 മണിയോ? അതൊരെന്തോടും ചെയ്യാന്? അതിനുള്ള മറുപടി ഞാൻ പറയണോ? വേണ്ട. ശരി, നീ രാത്രി 10 മണിക്ക് വരുന്നു, രാവിലെ 6 മണിക്ക് പോകുന്നു. ഇതിനിടയ്ക്ക് ഒരു 8 മണിക്കൂർ സമയമുണ്ടല്ലോ. അത്രയും സമയം മതിയല്ലോ ഇവിടുത്തെ ജോലി ചെയ്യാൻ. എങ്ങനെ? ഞാൻ പറഞ്ഞത് ഈ 8 മണിക്കൂർ. കണ്ണി ചോരയില്ലാത്ത വർത്താനം പറയല്ലേ സത്യേട്ടാ. ഞാനും ഒരു മനുഷ്യജീവിയാ. രാവിലെ 6 മണി മുതൽ 10 മണി വരെ പഞ്ചായത്തില്, അത് കഴിഞ്ഞ് വന്ന് വീട്ടുജോലി. അസലായിട്ടുണ്ട്. എന്ന് പറഞ്ഞാലും ഒരു ജോലിക്കാരി വെക്കാന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവില്ല. ആർച്ചേ, ഒരു പരിചയമില്ലാത്ത ഒരാൾ ഇവിടെ ഒന്ന് പെരുമാറുക എന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവില്ല. അത് വേണ്ട. എന്ത് പ്രശ്നം? ജോലിക്കാരുള്ള വീട്ടിലൊക്കെ അപ്പൊ പ്രശ്നമായിരിക്കുമല്ലോ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതല്ലെന്ന് എനിക്കറിയാം സത്യേട്ടാ. ജോലിക്കാരി വെച്ച ശമ്പളം കൊടുക്കണം, അത് പ്രയാസം. എന്റെ ആർച്ചേ, നമ്മൾ 3 പേരുള്ള വീട്ടില് ഒരു ജോലിക്കാരിയൊക്കെ വെച്ചാൽ അഹങ്കാരമാണെന്ന് നാട്ടുകാർ പറയും. നമ്മുടെ വീട്ടിലെ കാര്യത്തിൽ നാട്ടുകാരത്തിന്റെ അഭിപ്രായം പറയുന്നേ. ആർച്ചേ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കുന്നീ. ആർച്ചേ, ഒരു ജോലിക്കാരി വെക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം മാത്രമല്ല, നീ അറിയാത്ത വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അതെന്തൊക്കെയാ പ്രശ്നങ്ങള്? ഞാനൊരു SI ആണ്. അതൊരു പ്രശ്നമല്ല. പക്ഷെ നീ ഒരു പഞ്ചായത്ത് മെമ്പറാണ്. അതൊരു പ്രശ്നമേ അല്ല. 3 പേരുള്ള വീട്ടിൽ ഒരു ജോലിക്കാരിയെ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ആഡംബരമാണ്. ഒരുപാട് പൈസ ഉള്ളവർക്ക് ഇങ്ങനെ ആഡംബരം കാണിക്കാൻ പറ്റൂ. ഇവിടുത്തെ ജനങ്ങൾക്കറിയാം നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരുപാട് പൈസ ഇല്ലാന്ന്. ആ സ്ഥിതിക്ക് നമ്മൾ വീട്ടിലൊരു ജോലിക്കാരിയെ വെച്ചാല് ജനങ്ങൾ പറയും അവരറിയാതെ നമുക്ക് എവിടുന്നു ഒരുപാട് പൈസ വരണുണ്ടെന്ന്. എനിക്കറിയില്ല. എനിക്കറിയാം. അർച്ച, ഞാനൊരു പോലീസുകാരനാണ്. കൈക്കൂലി മേടിക്കാൻ ഇത്രയധികം സാധ്യതയുള്ള വേറൊരു ജോലിയില്ല. ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു കൈക്കൂലിക്കാരനാവും. കൊള്ളാം. ഞാൻ മാത്രമല്ല, നീയും. നീ ഒരു പഞ്ചായത്ത് മെമ്പറാണ്. കൈക്കൂലി മേടിക്കാൻ സാധ്യതയുള്ള ഒരു ജോലി തന്നെയാണ് അതും. പഴയ മെമ്പർ തോമസിന്റെ അവസ്ഥ അറിയാലോ. 2 വീടും 1 കാറും 5 കൊല്ലം കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇപ്പോഴും ഉണ്ട് ആ ചീത്തപ്പേര്. നിനക്കും അതുപോലെ ചീത്തപ്പേര് മേടിക്കണം. എന്തൊരു കാഞ്ഞ ബുദ്ധിയാ സത്യേട്ടാ. ഒരു ജോലിക്കാരിക്ക് ശമ്പളം കൊടുക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി ഇത്രയും മുടന്ന ന്യായം പറയാൻ സത്യേട്ടനെ കൊണ്ടേ പറ്റൂ. ഒരു നോലെഴുതുന്നതിനെ കുറിച്ച് ആലോചിച്ചാലോ? സത്യേട്ടാ, ഞാൻ എന്തായാലും ജോലിക്കാരിയെ വയ്ക്കും. പവിത്രനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പവിത്രം വിചാരിച്ച ഒരാളെ കിട്ടും. ഞാൻ ഇവിടെ ജോലിക്ക് വയ്ക്കുകയും ചെയ്യും. പവിത്രം മതി. നമസ്കാരം മെമ്പറേ. ഏതാണ്ട് അത്യാവശ്യപ്പെട്ട കാര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് മുമ്പും പിമ്പും നോക്കാതെ ഞാൻ വിട്ടടിച്ച് ഇങ്ങോട്ട് പോകുന്നത്. കാര്യം മെമ്പറിന്റെ കാര്യം കഴിഞ്ഞിട്ടല്ലേ എനിക്ക് വേറെ കാര്യമുള്ളൂ. ഒരുപാട് സൂചിപ്പിക്കണ്ട. പവിത്രൻ എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കമ്മീഷൻ തന്നിട്ടുണ്ട്. ഇതൊക്കെ കമ്മീഷൻ പ്രതീക്ഷ ചെയ്യുന്നതാണോ?
വല്ലതും തന്നാ മേടിക്കും, അത്രേ ഉള്ളൂ. അല്ല ഇപ്പൊ എന്നാ കേസ്, ഇപ്പൊ എന്നാ ഞാൻ ചെയ്യണ്ടേ? എനിക്കൊരു ജോലിക്കാരിയെ വേണം. ജോലിക്കാരിയോ? എന്തിനു? സാധാരണ ജോലിക്കാരി എന്തിനാ? ഇവിടുത്തെ പണികൾ എടുക്കാൻ. പാചകോഴിയെ ഇവിടെയുള്ള എല്ലാ പണികളും ചെയ്യണം. പാചകം അറിയാമെങ്കിൽ അതും ആവാം. അല്ല നിങ്ങൾ ഈ വീട്ടിൽ 3 പേരല്ലേ ഉള്ളൂ, അതാ ഞാൻ ചോദിച്ചത്. എന്തായാലും പോട്ടെ, ജോലിക്കാരിയുടെ കാര്യമല്ലേ ഞാൻ. അതെ, ജോലിക്കാരിയെ കണ്ടുപിടിച്ചു കൊടുത്തോ, ഇവിടെ നിയമിച്ചോ. പക്ഷെ ശമ്പളം എന്നോട് ചോദിക്കരുത്. 10 പൈസ ഞാൻ തരും. ഇതൊന്നും കേട്ട് പവിത്രം പേടിക്കണ്ട. സ്ഥലം SIയുടെ വീട്ടിൽ നിന്ന് ശമ്പളം കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവര് കൊണ്ട് കേസ് കൊടുത്താൽ SI കൃത്യമായിട്ട് ശമ്പളം കൊടുത്തോളൂ. ഇവിടെ വേലക്കാരി വേണോ വേണ്ടയോ? വേണം. വേണ്ട. ചേട്ടാ ഇത് ഒരു തലത്തിൽ സമ്മതിക്കരുതെന്ന് വെച്ചാൽ ഞാനൊരു വേലക്കാരി പെങ്കൊച്ചിനെ ഇവിടെ കൊണ്ട് നിർത്താം. പക്ഷേ സാർ ആ പെണ്ണിനോട് ശത്രുതാപരമായി പെരുമാറില്ലെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഉറപ്പായിട്ടും ശത്രുതാപരമായിട്ടേ ഞാൻ പെരുമാറൂ. എന്നാ SI വിവരം അറിയും. ജോലി സ്ഥലത്ത് പീഡനം എന്ന് പറഞ്ഞാൽ അവര് കൊണ്ട് കേസ് കൊടുക്കും. അതോടെ SIയുടെ കാര്യത്തിന് തീരുമാനം. നീ പേടിപ്പിക്കല്ലേ. ഒരു പടി കൂടെ കടന്ന് സ്ത്രീ പീഡനം, ബലാത്സംഗം തുടങ്ങിയ കേസും കൊടുക്കാം. സപ്പോർട്ട് ചെയ്യാൻ പഞ്ചായത്ത് മെമ്പർ ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമാവും. നിർത്തിക്കേ. ഇതിപ്പോ പറഞ്ഞു നിങ്ങൾ എന്നെ കൂടെ കോടതി കയറ്റു. എന്റെ പൊന്നു കാരണം ഞാനാണ് കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഇതുപോലുള്ളൊരു ചീഞ്ഞ കേസിനകത്ത് പ്രതിയാവണ്ട, സാക്ഷിയായാ മതി. പിന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് പെണ്ണ് കിട്ടുമല്ല. ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിയമം അറിയാവുന്ന ആളല്ലേ SI. പവിത്രം ധൈര്യമായിട്ട് ആളെ കൊണ്ടുപോവാ. ബാക്കി കാര്യം ഉണ്ണിയാർച്ച ഏറ്റു. പവിത്ര, ഇവിടെ വാക്ക് കേട്ട് പ്രവർത്തിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ മേലിൽ എന്നിൽ നിന്നും ഒരു സഹായവും പവിത്രൻ പ്രതീക്ഷിക്കണ്ട. പിന്നെ ഈ സ്ഥലം SIയെ പിണക്കുന്നത് അത്ര ബുദ്ധിപരമായ കാര്യമല്ല എന്ന് നീ ഓർത്തോ കേട്ടാ. ഇതിപ്പോ നേരം വെളുത്ത ആളെ വിളിച്ചു വരുത്തി കളിയാക്കുന്ന പരിപാടിയായിപ്പോ. 2 പേരിൽ ഒരാൾ ഏതാണ്ട് പിണങ്ങും. ഇപ്പൊ ആരെ പിണക്കും? ആലിസേ എന്നാണ്ട്? നല്ല വിശേഷം. സാറല്ലേ ഇവിടെ? അകത്തോണ്ട് വിളിക്കണ? വേണ്ട, ഞാൻ അപ്പുറത്ത് മെമ്പറിന്റെ ഒക്കെ അവിടെ വരെ വന്നപ്പോ ഇങ്ങോട്ട് കയറി എന്നുള്ളത്. എന്റെ പൊന്നെ, അവിടെ ചെന്നപ്പോ അവര് തമ്മിൽ എന്നാ സ്നേഹമാണെന്നറിയോ? സത്യപാലൻ സാർ പറയുന്നതേ മെമ്പർ കേൾക്കുള്ളൂ. മെമ്പർ പറയുന്നതിന്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ സത്യപാലൻ സാറില്ല. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. പിന്നെ വേറെ കാര്യം അറിഞ്ഞു, അവരവിടെ വേലക്കാരിയെ വെക്കാൻ പോവാ. വേലക്കാരിയാ? അതിനവിടെ ആകെ 3 പേരല്ലേ ഉള്ളു. ഉണ്ണിയാർച്ച ആണെങ്കിൽ ഡെയിലി വീട്ടിലും ഉണ്ട്. പിന്നെ എന്തിനാ ജോലിക്കാരി? എന്റെ ആലീസയെ വേലക്കാരിയെ വെക്കുന്ന വീട്ടിലെ ജോലികളും ചെയ്യാൻ വേണ്ടി മാത്രമല്ല. പിന്നെ അതെന്ന് പറയുമ്പോ ഒരു സ്റ്റാറ്റസ് ആണ്. സ്റ്റാറ്റസ്? പിന്നെ 10 പേരുടെ മുന്നിൽ ഞങ്ങളുടെ വീട്ടിൽ വേലക്കാരി ഉണ്ടെന്ന് പറയുന്നത് അതൊരു സ്റ്റാറ്റസ് അല്ലേ? കേട്ടിട്ടില്ലേ വലിയ വീട്ടിലെ കൊച്ചമ്മമാരൊക്കെ പറയുന്നത്, എന്റെ വീട്ടിൽ സെർവന്റ് ഉള്ളത് കൊണ്ട് എനിക്ക് ജോലിയൊന്നും ചെയ്യേണ്ട വരുന്നില്ല എന്നൊക്കെ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഷോ ഒക്കെ കാണിച്ചെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. കയ്യിൽ കിടക്കണ കാശ് എടുത്തിട്ട് ഷോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനൊക്കെ പറയണതേ ഭ്രാന്തെന്നാ. ആലീസേ, അത് ആലീസിന് ലോകത്തിന്റെ പോക്കറിയാൻ പാടില്ലാത്തോണ്ടാ. ആലീസെ ആളുകളുടെ ഇടയിൽ ഒരു വില കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഒന്നാമത് ഒരു 4000 സ്ക്വയർ ഫീറ്റ് ഇരിക്കുക. ഞങ്ങക്ക് വീടുണ്ടല്ലോ നാട്ടില്. പിന്നെ ഇവിടെ വീട് വെക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു ട്രാൻസ്ഫർ വന്നാ പോണ്ടേ? അത് ശരി. രണ്ടാമത് ഒരു കാറുണ്ടല്ലോ. മൂന്നാമത് ഒരു വേലക്കാരി, അതില്ലല്ലോ. അതില്ല. പിന്നെ നാലാമതെന്ന് പറയുന്നത് ഒരു പട്ടി വേണം. പട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിസ്സാര പട്ടിയല്ല, ദേഹം മുഴുവനും രോമമൊക്കെ ആയിട്ട് ഇങ്ങനെ പഞ്ഞി പോലെ വരും. ഇത് കുരയ്ക്കവും കടിക്കുകയൊന്നും ഇല്ല, പ്രത്യേകിച്ച് ഗുണവും കാണുമല്ല. പക്ഷെ എന്നാലും അതല്ല, ഇങ്ങനെ വെറുതെ കണ്ടോണ്ടിരിക്കാൻ ഒരു പട്ടി വേണം. പട്ടീനെ എനിക്ക് ഇഷ്ടമല്ല, ഇച്ചാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മൃഗ ഡോക്ടർക്ക് പട്ടി ഇഷ്ടപ്പെടാതിരിക്കും. പക്ഷെ എന്തിനേക്കാൾ പ്രധാനം ഒരു വേലക്കാരിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുന്നു. അപ്പൊ ഉടനെ ഡോക്ടർ സാർ പറയുന്നു, ആലീസേ ഒരു ചായ എടുക്ക്. അപ്പൊ ഉടനെ ആലീസ് അടുക്കളയിൽ ചെന്ന് ഓടിച്ചാടി എല്ലാം ചായയൊക്കെ എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവെക്കുമ്പോ ആലീസ് ആരായി? വേലക്കാരിയായി. പിന്നല്ലാതെ. നേരെ മറിച്ച് നമ്മുടെ വീട്ടിലൊരു വേലക്കാരി ഉണ്ടെങ്കിൽ ഡോക്ടർ സാർ പറയാണ്, ആലീസേ ഒരു ചായ എടുക്ക്. അപ്പൊ ഉടനെ ആലീസ് ഗമയിൽ രാധാമണിയോട് പറയുന്നു, രാധാമണി ഒരു ചായ എടുത്തോണ്ട് വാ. അപ്പൊ ആലീസ് ആരായി? വീട്ടുകാരിയായി. രാധാമണി ജോലിക്കാരിയായി. ആരായി രാധാമണി? പക്ഷെ എന്റെ ദൈവമേ, ഞാൻ അതൊരു ഭംഗിക്ക് പറഞ്ഞല്ലേ. ഓ അങ്ങനെ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, ആലീസിന് വീട്ടുകാരിയാകണോ അതോ വേലക്കാരിയാകണോ? അത് പിന്നെ ആലോചിച്ച് നോക്ക്, എന്നിട്ടൊരു ഉത്തരം പറ. അതൊക്കെ അങ്ങനെ ചോദിച്ചാ ഇനി ഞാനതല്ല ആലോചിക്കുന്നത്. ഇനി ഈ മെമ്പറുടെ ചാട എന്നതായിരിക്കും? പുള്ളിക്കാരി വഴിയിലോട്ട് ഇറങ്ങാൻ നേരത്ത് നാട്ടുകാരോട് മുഴുവനും പറയും, ദേ എന്റെ വീട്ടിൽ ജോലിക്കാരി ആയിക്കോട്ടോ, ജോലിക്കാരിയായിരുന്നു. ഇനി എനിക്ക് വെറുതെ ഇരുന്നാ മതി, അവളാ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നതെന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വെറും ഒരു SI ആയ സത്യപാലൻ സാറിന്റെ വീട്ടിലൊരു വേലക്കാരി ഉണ്ട്, എന്നിട്ടും ഒരു ഡോക്ടറായ ജോർജ് കുട്ടി സാറിന്റെ വീട്ടിൽ വേലക്കാരി ഇല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് ആലീസിനാ. ഇച്ചായ സമ്മതിക്കത്തില്ല. ഇത്തരം കാര്യങ്ങൾ ആണുങ്ങളാണോ തീരുമാനിക്കുന്നത്?
പെണ്ണുങ്ങളാണ് വീട്ടുഭരണം. അപ്പൊ പെണ്ണുങ്ങൾ വേണം ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. ഡോക്ടറിന് രാവിലെ മൃഗാശുപത്രി പോകാന്ന് പറഞ്ഞോണ്ട് അങ്ങ് ഇറങ്ങി പോയാൽ മതി. ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ആരാ? ആലീസ് കൊച്ചാണോ? അതാണ്. സമ്മതമാണേ പറ. എന്റെ കസ്റ്റഡിയിൽ ഒരു പെങ്കൊച്ചുണ്ട്, ചാരുലത, 30 വയസ്സ്. 30 വയസ്സാ? അതൊന്നും ശരിയാവത്തില്ല. ആ പ്രായത്തിലുള്ള പെണ്ണുങ്ങളൊന്നും ഞാൻ ഈ വീട്ടിൽ കയറ്റൂല. അതൊന്നും വേണ്ട. എന്റെ ആലീസ, ഈ ചാരുലത എന്ന് പറയുന്ന പെൺകുട്ടി എന്റെ ഒരു ബന്ധുവാ. നല്ല അടക്കും ഒതുക്കവും ഉള്ളൊരു പെങ്കൊച്ച്. അവളുടെ ഭാഗത്തുനിന്ന് അനാവശ്യമായിട്ടുള്ള ഒരു നോട്ടവോ ഒരു വാക്കോ ഉണ്ടാവില്ല. അത് സത്യം. ഞാനാണ് ഗ്യാരണ്ടി. എന്നാലും എന്തിരിക്കുന്നു? ഡോക്ടർ രാവിലെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞേ അവൾ ഇവിടെ വരുള്ളൂ. ഡോക്ടർ വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവൾ ജോലി കഴിഞ്ഞ് അവളെ വീട്ടിൽ പോക്കോളും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും. കുഴപ്പം പിടിച്ച് എന്തെങ്കിലും കേസുമായിട്ട് ഞാൻ ഇവിടെ വരുമോ? അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ജോലിക്കാരിയെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കും. ഡോക്ടറുമായിട്ടൊന്ന് ആലോചിക്കും. ഞാൻ പോവാം. എന്നാടി നീ എരിവുള്ള വല്ലതും കഴിച്ചോ? ഭയങ്കര നടുവേന ചായ. നടുവേദന? മുറ്റം അടിക്കാനായിട്ട് ഇങ്ങനെ കുനിഞ്ഞപ്പോ ഒരു പിടുത്തം. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ബാമിട്ട് വരാം. ബാമ്പരട്ട് കുറച്ചു നേരം കിടന്നാൽ മതി, മാറിക്കോളൂ. ഇപ്പൊ കുറച്ച് ദിവസമായി ചായ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോ അപ്പ വേദനയാ. കുറച്ച് ദിവസമായോ? എന്നിട്ട് നീ എന്നോട് എന്താ പറയാത്ത? എനിക്ക് വേദന എന്നൊക്കെ പറഞ്ഞ ചായ വിഷമിക്കത്തില്ലേ, അതുകൊണ്ടാ പറയാഞ്ഞത്. ആഹാ, സങ്കടപ്പെടുമെന്ന് കരുതിയിട്ട് പറയാതിരിക്കുവാരെങ്കിലും. ഇനി നിനക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ എന്നോടല്ലേ പറയേണ്ടത്? നമുക്കൊരു കാര്യം ചെയ്യാം, ആശുപത്രി പോവാം, ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മാറിക്കോളും. അയ്യോ വേണ്ട, ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാന്ന് വെച്ചാൽ അറിയാലോ. എടി, എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ നടുവേദന ഒന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല. കൃത്യമായിട്ട് ചികിത്സിക്കണം, ഇല്ലെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നമാവും. പ്രശ്നമാകും. അതിന് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമുക്കേ ഇവിടെ ഒരു ജോലിക്കാരിനെ വെച്ചാലോ? ജോലിക്കാരിനെ. എന്തിന്? രാവിലെ വന്ന് വൈകിട്ട് പോകുന്ന ഒരാള്. എല്ലാ ദിവസവും ഒന്നും വേണ്ടിച്ചായ ഇങ്ങനെ പിടിക്കാം. ആകെ ഒരു 3 ദിവസം ആഴ്ചയില്, അത്ര മതി. രാവിലെ വരികയും വേണ്ട, പോകാൻ വേണ്ട. ഇവിടെ ആകെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. നീ ആണെങ്കിൽ ഇവിടെ ഫുൾ ടൈം വെറുതെ ഇരിക്കുമല്ലേ. നിനക്ക് ചെയ്യാവുന്ന ജോലി മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ജോലി വേലക്കാരി വന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നീ എന്തോ ചെയ്യുമെന്ന് പറ. എടി, നിനക്ക് ഇവിടെ നിന്ന് ബോറടിക്കും. ബോറടിക്കാതിരിക്കാൻ വേണ്ടല്ലേ ഈ ചായ പറയുന്നത്. ഈ ചായ രാവിലെ പോവും, വൈകിട്ട് വരും. എനിക്കും മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ട ഈ ചായ. മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ശമ്പളം കൊടുത്ത് ജോലിക്കാരി വെക്കൂടി. എന്നാ വർത്താനം അടി? അധികം ശമ്പളം ഒന്നും കൊടുക്കണ്ട. ഇതിപ്പോ ആഴ്ച 3 ദിവസമല്ലേ ഉള്ളു. അത് രാവിലെ വന്ന് വൈകിട്ട് അങ്ങ് പോകും. ഇത്ര ശമ്പളം ഒന്നും കൊടുക്കണ്ട ഈ ചായ. നടക്കത്തില്ലടി. ഈ ചായന്റെ ഈ പിശുക്കാണ് എല്ലാത്തിനും കാരണം. എനിക്ക് വേദന എന്ന് പറഞ്ഞിട്ട് പോലും ആ മനസ്സൊന്നും അലിയുന്ന പോലും ഇല്ലല്ലോ. ഇത്രയും വേദന വെച്ചിട്ട് ഞാൻ ഇനി മുറ്റമൊക്കെ അടിക്കണം അല്ലേ? മുറ്റം അടിക്കുന്നതാണോ നിന്റെ പ്രശ്നം? ഞാൻ മുറ്റം അടിക്കാം. ഇച്ചായ മുറ്റം അടിക്കാനാ? എന്താ? ഒരു ഡോക്ടറായി ഇച്ചായ മുറ്റം അടിക്കാനാ? ഈ നാട്ടുകാരൊക്കെ എന്ത് പറയും? ഡോക്ടർ മുറ്റം അടിച്ചാൽ നാട്ടുകാരെന്തോ പറയാൻ? നാട്ടുകാർക്ക് വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത്? നാട്ടുകാർ എന്ത് പറയുമെന്നറിയോ? ആ ആലീസ് വീട്ടിലൊന്നും ചെയ്യുന്നില്ല, ആ ഡോക്ടറെ കൊണ്ടാണ് മുറ്റം അടിപ്പിനെന്ന് പറയും. നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാണോ നമ്മൾ ജീവിക്കേണ്ടത്? ആണോ? നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്നേ. ഭാര്യയ്ക്ക് ഭയങ്കര ഭർത്താവിന് ജോലി ചെയ്യാം, അതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ മുറ്റം അടിച്ചോളാം. അപ്പൊ ജോലിക്കാരിനെ വെക്കാൻ ഇച്ചായ സമ്മതിക്കത്തില്ലല്ലേ? ഇടി, അതിന്റെ ആവശ്യമില്ല. എനിക്ക് മനസ്സിലായി ചായ. ഞാനൊരു +2 കാരിയല്ലേ, അത്ര വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ എടുത്ത് ഒരു വീട്ടു ജോലിക്കാരിനെ പോലെ ഇവിടെ അങ്ങ് നിക്കണം. അത് തന്നെ കാര്യം. ഇവളിപ്പോ എന്തിനാ കരഞ്ഞത്? ആലീസേ, നിങ്ങളുടെ ചെറിയ കാര്യത്തിനൊന്നും പിണങ്ങല്ലേ. ഞാൻ പറഞ്ഞത് കാര്യമല്ലേ. പോയി ഇങ്ങോട്ട് നോക്ക്. എടി, ഞാൻ ഇപ്പൊ നിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ജോലിക്കാരിയെ വെച്ചു എന്ന് വെക്ക്. അവരൊരു പ്രായമുള്ള സ്ത്രീയാണെങ്കിൽ നിന്റെ കാര്യം നോക്കാൻ വന്നിട്ട് അവസാനം നീ അവരുടെ കാര്യം നോക്കേണ്ട അവസ്ഥയാവൂലേ? അതിന് പ്രായമുള്ള ആളെ വെക്കാതിരുന്നാ പോരെ? പിന്നെ നമുക്കൊരു ചെറുപ്പക്കാരനെ വെക്കാലോ. എന്തോ നോക്കുന്നത്? നീ ഇപ്പൊ എന്താ പറഞ്ഞ? നമുക്കൊരു ചെറുപ്പക്കാരനെ വെക്കാലോ. ചെറുപ്പക്കാരിയാ? ജോലിക്കാ? ഇവിടെ ഈ റോഡിൽ കൂടെ ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് പോയാൽ നീ പറയാം അവരെന്നെ വായി നോക്കിയാണ്. എന്നിട്ട് അവിടെ ഒരു ചെറുപ്പക്കാരിയായ ഒരു പെണ്ണിനെ ഇവിടെ ജോലിക്ക് വെക്കാൻ പോകുന്ന നിനക്കെന്താ ഭ്രാന്ത് പിടിച്ച? അയ്യേ, അത് ഇച്ചായ സംശയം ഉണ്ടായിട്ട് പറയുന്നൊന്നുമല്ല. പിന്നെ ഇച്ചായ, ഞാൻ ഈ കാര്യം പവിത്രനോടൊന്ന് സൂചിപ്പിച്ചു. അപ്പൊ പവിത്ര എന്നോട് പറഞ്ഞു പവിത്രന്റെ കുടുംബത്തിൽ നല്ലൊരു കൊച്ചുണ്ട്, പാവമാണെന്ന് പറഞ്ഞു. അപ്പൊ പവിത്രന്റെ അടുത്ത് ചർച്ചയൊക്കെ നടത്തി കഴിഞ്ഞു. എന്നിട്ട് എന്താണാവോ ഈ അച്ചായനോട് അത് പറയാത്ത?
ചായ ഇത് അത്ര വലിയ ഡിസ്കഷൻ ആയിട്ടൊന്നും നടന്നില്ല. പിന്നെ കൊച്ചിന്റെ കഷ്ടപ്പാടും ദുരിതമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പവിത്രം ചോദിച്ച് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് ഇങ്ങനെ ഒരു ജോലി ഇവിടെ കൊടുക്കാന്ന്. അത്ര ഉള്ളു ചായ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരികളൊക്കെ ഈ ജോലിക്ക് വരുമോ? പിടിക്കല്ലേ? വരുമായിരിക്കും. അല്ല പവിത്ര അങ്ങനെ പറഞ്ഞല്ലോ, വരുമായിരിക്കും. ഒരാഴ്ച ഒരാഴ്ച നമുക്ക് നോക്കാം. കൊള്ളത്തില്ലെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു വിട്ടേക്കാം. നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. സമ്മതിച്ചെന്നേ. പിന്നൊരു കാര്യം, ആ പെങ്കൊച്ചിന്റെ സകല ഉത്തരവാദിത്വം നിന്റെ ആയിരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എന്നോട് ചോദിച്ച് വന്നേക്കരുത്. ഇപ്പൊ കാണിച്ചിട്ട് പിന്നെ കാണിക്കരുത്. പവിത്രനോ വിളി, എന്താ കൊച്ചിനോട് വരാൻ പറ. നാളെ വരാൻ പറയട്ടെ. നാളെ തന്നെ വരാൻ പറ. ഹലോ. പവിത്ര, ഇച്ചായ സമ്മതിച്ചേട്ടാ. ജോലിക്കാരിയെ നിർത്താൻ ഇച്ചായ സമ്മതിച്ചോന്ന്. സമ്മതിച്ചോ? നാളെ തന്നെ ആ കൊച്ചിനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. 1-2 ദിവസങ്ങളിലൊക്കെ മതി. പിന്നെ ശമ്പളം എത്രയാവും? അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. കാശിന്റെ കാര്യത്തിൽ അത്ര ആക്രാന്തമുള്ള പെങ്കൊച്ചൊന്നും അല്ലത്. അവന് നാളെ തന്നെ വരാൻ പറയേ. ഓക്കെ. ഇന്നത്തെ കാലത്തൊരു വേലക്കാരിയെ വെക്കാന്നുള്ളത് അത്ര നല്ല ഏർപ്പാടല്ല. നിങ്ങളെയൊക്കെ വിശ്വസിക്കാനും പറ്റില്ലെന്നേ. ഞാനത് ആർച്ചയോട് പറഞ്ഞു. പക്ഷെ അവള് ഒരേ കടുംപിടുത്തത്തിൽ നിൽക്കുകയാണേ. അവൾ ആ പവിത്രനെ വിളിച്ചിട്ട് എല്ലാ ഏർപ്പാടും ചെയ്തു. അത് എങ്ങനെയെങ്കിലും ഒന്ന് പൊളിക്കണം. അങ്ങനെ പൊളിക്കാനെന്നാണ് സാറ് എങ്ങനെയെങ്കിലും പൊളിച്ചേ പറ്റുള്ളൂ കേട്ടാ. വേറെ കാര്യം പറയാം, നമ്മൾ ഗവൺമെന്റ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന കൃഷ്ണൻകുട്ടി സാറിനെ പറ്റരുത്. അതേ ഉള്ളൂ. എന്തു പറ്റി? അത് സാറിന് അതിനൂടെ ഇല്ല. സാറേ, കൃഷ്ണൻകുട്ടി സാറിന്റെ ഭാര്യ നിർബന്ധിച്ച് അവർക്ക് ജോലി ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഒരു വേലക്കാരി വെച്ചു. വേലക്കാരി എന്ന് പറഞ്ഞാൽ ഗംഭീര, അതായത് കാണാൻ സുന്ദരി, 40 വയസ്സ് വരും. നല്ല മര്യാദക്കാരി, നല്ല മര്യാദക്കാരി. അങ്ങനെ ഈ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് സാറിന്റെ പോക്കറ്റിൽ നിന്ന് 10-ന്റെയും 100-ന്റെയും 500-ന്റെയും നോട്ട് കാണാൻ. സാർ ആദ്യം രഹസ്യമായിട്ട് ഭാര്യ എടുത്ത് പറഞ്ഞു. ഭാര്യ ഉടനെ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മക്കുറവുണ്ടായിരിക്കും, അല്ലാതെ അവളങ്ങനെ ചെയ്യില്ല, വേലക്കാരി നല്ലവളാണ്. സാറിനെ കുറ്റപ്പെടും. സാർ ഒരു ദിവസം കണക്ക് കൂട്ടി സ്കൂളിൽ നേരത്തെ ഇറങ്ങി നേരെ വീടിനകത്ത് കയറി വിളിച്ചു. അപ്പോഴും ദാണ്ട സാറേ, മറ്റേ വേലക്കാരി ഉണ്ടല്ലോ, അവൾ നേരെ വന്ന് സാറിന്റെ മേശവരിത്തിന്നും മറ്റേ ഡയറി എടുത്തിട്ട് ഓരോ പൈസയായിട്ട് 10-ന്റെയും 100-ന്റെയും 500-ന്റെയും ചൂടുന്നു. സാറ് കൈയോടെ പൊക്കി പിടിച്ചല്ലേ? പിടിച്ച്. പക്ഷെ പിടിച്ചതിലാണ് അബദ്ധം പറ്റിയത്. എന്തു പറ്റി? പിടിച്ച വണ്ണ തന്നെ അവളങ്ങ് വിളിച്ചു ഓടി പറഞ്ഞേ, നാട്ടുകാരെ എന്നെ ഏതാ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സാറ് പെട്ടാ. ഇത് കേൾക്കേണ്ട താമസം നാട്ടുകാരെല്ലാം കൂടെ കൂടും. നാട്ടുകാർക്ക് സാറ് കയ്യും കാലും പിടിച്ച് കാര്യമുള്ളതെല്ലാം പറഞ്ഞു. പക്ഷെ നാട്ടുകാർ ഒറ്റ ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് മുമ്പിൽ സാറങ്ങ് ഡിങ്. എന്താണ് ചോദിച്ചത്? സ്കൂളിൽ നിന്ന് നേരത്തെ ഇറങ്ങി ഭാര്യയില്ലാത്ത സമയത്ത് ഇവിടെ എന്തിനു വന്നു? അതിനുത്തരം പറയാൻ പറഞ്ഞു. സാറിന്റെ കയ്യിൽ ഉത്തരം ഉണ്ടാ. അവസാനം കേസ് ഒത്തു തീർക്കാൻ വേണ്ടിയിട്ട് 10,000 കൊടുത്ത് ഒതുക്കി. പിന്നെ സാറേ ഒന്ന് ശ്രദ്ധിക്കണം, സാറ് പോലീസുകാരനാണ്. അത് മാത്രമല്ല ഒരുപാട് ശത്രുക്കൾ സാറിനുണ്ട്. പെട്ട്. ആർച്ച എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളതാണേ. ചേച്ചിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനെ, അതായത് നമ്മളെ മെമ്പറല്ലേ, മെമ്പറിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നെപ്പോലും ഒരാണ് വിചാരിച്ചാൽ പറ്റൂ. പെണ്ണ് എന്നെ വിചാരിക്കണം. നമ്മളെ അടുത്ത സാറിനെ, സ്വർണ്ണലത സാറിനെ വിളിച്ചാൽ സ്വർണ്ണലത സാറ് നല്ലൊരു ഐഡിയ പറഞ്ഞു തരും. ആണല്ലേ? ആണ്. എന്നാ പിന്നെ സ്വർണ്ണലതയെ വിളിക്കാം സാർ. സാറേ, അകത്ത് വിളിക്കുന്നു. എന്തിന്? അത് ഇവിടുത്തെ ജോലിക്കാര്യം പറയാനല്ല, പക്ഷെ ഒരു ജോലിക്കാര്യം പറയാനാ വിളിക്കുന്നത്. മനസ്സിലായില്ല. അതായത് നമ്മളെ സാറിന്റെ വീട്ടിലെ ഒരു ജോലിക്കാരി വയ്ക്കണം. അതിന്റെ പ്രശ്നങ്ങളെ പറ്റി ചർച്ച ചെയ്യാനാ വിളിക്കുന്നത്. പാർട്ടിയോട് അഭിപ്രായം ചോദിക്കുന്നത്. കനകാംബരൻ സാറിനോട് അഭിപ്രായം ചോദിക്കാൻ വിളിച്ചില്ലല്ലോ. എന്തുകൊണ്ടാ വിളിക്കാത്തത്? അഭിപ്രായം ചോദിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്ന് സാറിന് അറിയാം. ചെല്ലുകല്ലേ, വേഗം ചെന്ന് അഭിപ്രായം പറ. എന്നിട്ട് സാറിന് കിട്ടാനുള്ളത് കിട്ടുമ്പോ സാറ് പഠിച്ചോളൂ. എന്തോന്ന് കനകാംബരായത്? മുഴുവൻ നേരം ഇങ്ങനെ വഴക്കേന്നെ. തന്റെ ഭാര്യ ജോലി ചെയ്യുന്നത് സ്കൂൾ ടീച്ചറായിട്ടല്ലേ? അതെ. ആ സ്കൂളിൽ ചെന്ന് പിയൂണായിട്ടൊന്ന് ജോലി ചെയ്ത് നോക്ക്. അപ്പൊ കാര്യം മനസ്സിലാവും. ലതയെ ഞാൻ വിളിപ്പിച്ചതേ ഒരു കാര്യത്തിലൊരു അഭിപ്രായം അറിയാൻ വേണ്ടിട്ടാ. അതായത് ജോലിക്കാരിയുടെ കാര്യല്ലേ സാർ? പൂക്കുഞ്ഞു പറഞ്ഞായിരുന്നു. അല്ല, ആ കാര്യത്തില് ലതയുടെ അഭിപ്രായം എന്താ? സാറിന് ഇപ്പം ജോലിക്കാരി വേണ്ട. വേണ്ട. അതിന് ഒരു എളുപ്പ വഴിയുണ്ട്. എന്താ? വീട്ടിൽ ജോലി സാറങ്ങ് ചെയ്യണം. ഉണ്ണിയാർച്ചയ്ക്ക് ചെയ്യാമെങ്കിൽ സാറിനും ചെയ്യാം. സാറേ, അപ്പോ ഈ ജോലിക്കാരി കൊണ്ടുള്ള പ്രശ്നവും ഉണ്ടാവത്തില്ല, ശമ്പളവും കൊടുക്കണ്ട.
കഞ്ഞിയ ആർച്ചേ, ഞാൻ ഇന്ന് സ്റ്റേഷനിൽ ചെന്നത് മുതൽ നമ്മൾ രാവിലെ പറഞ്ഞ കാര്യമല്ലേ, അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക. അവിടെ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ലേ? എന്നല്ലല്ലോ പറഞ്ഞത്. ജോലിക്കിടയില് ഇവിടുത്തെ കാര്യം ആലോചിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ആലോചന എവിടം വരെയായി? ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? ആർച്ചയ്ക്ക് ക്യാമ്പിന് പോകണം. ആ സമയത്ത് ഇവിടെ ജോലിക്ക് ഒരാളെ വേണം, അതിനൊരു ജോലിക്കാരി വേണം. ഈ കുറച്ച് ദിവസത്തേക്ക് ഒരു ജോലിക്കാരി തന്നെ ഇവിടുത്തെ ജോലി ചെയ്യണമെന്നുണ്ടോ? പിന്നെ ഇവിടുത്തെ പണികളൊക്കെ ആര് ചെയ്യും? ആ ജോലിയൊക്കെ ഞാനങ്ങ് ചെയ്താ പോരെ? സത്യം എന്താ വട്ടായോ? വീട്ടിലെ ജോലിയെല്ലാം ചെയ്യാന്നൊരു ഭർത്താവ് പറയുമ്പോ മുഖത്ത് നോക്കിയിട്ട് വട്ടായെന്നാണ് പറയാൻ. ആർച്ച, നിന്റെ സ്ഥാനത്ത് വേറെ വല്ല ഭാര്യമാരാണ് ഇപ്പൊ കെട്ടിപ്പിടിച്ചത്. സത്യേട്ടന് പകരം വേറൊരു ഭർത്താവായിരുന്നെങ്കിൽ കെട്ടിപ്പിടുത്ത ഉറപ്പാ. സത്യേട്ടൻ പറച്ചില് മാത്രമേ ഉള്ളൂ. ആർച്ചെ, ഞാൻ സത്യമായിട്ടും ചെയ്യും. ഇങ്ങനെ സത്യം ചെയ്താ പോരാ, സത്യന്റെ അമ്മയുടെ പേരിൽ സത്യം ചെയ്യണം. എന്നാ അമ്മയാണ് സത്യം. അങ്ങനെയല്ല, ഞാൻ പറയുന്നത് പോലെ പറയണം. എന്നാ പറ. നാളെ മുതൽ ഈ വീട്ടിലെ എല്ലാ ജോലികളും എനിക്കാവുന്നത് പോലെ ചെയ്തോളാവുന്ന അമ്മയുടെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു. അമ്മയുടെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു. എനിക്ക് ആശ്വാസമായി. ദേ, ഇനി വാക്ക് മാറ്റി പറയല്ലേ, സത്യം അമ്മയുടെ പേരില. വാക്ക് മാറില്ല. നന്നായി. പഞ്ചായത്തിന്റെ ക്യാമ്പേ മാറ്റിവെച്ചു. നാളെ മുതൽ ഞാൻ ഇവിടെ തന്നെ കാണും. എന്നെ പണികളിലെല്ലാം സഹായിക്കാൻ സത്യേട്ടൻ. സത്യം അമ്മയുടെ പേരിലാണേ, മാറ്റി പറയല്ലേ.